ആട് പാടത്ത് കയറി നെല്ല് തിന്നു എന്ന് ആരോപിച്ച 13-കാരിക്ക് നേരെ ആക്രമിച്ച പ്രതിയെ പോലീസ് ദുർബല വകുപ്പുകൾ മാത്രം വെച്ച് കേസ് എടുത്തതായി ആക്ഷേപം. കുട്ടിയുടെ കഴുത്തിനെ പിടിച്ച് പൊക്കുകയും ശ്വാസം മുട്ടിക്കുകയും ആടിന്റെ അകിട് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് പരാതി. മമ്പാടാണ് കേസിന് ആസ്പദമായ സംഭവം. പോലീസ് നടപടിക്കെതിരെ എസ്.പിക്കും ശിശുക്ഷേമ സമിതിക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എന്നും കുടുംബം പറയുന്നു. അതേസമയം പ്രതിസ്ഥാനത്തുള്ള മമ്പാട് സ്വദേശി ചത്തോലി അബ്ദുൾ ഗഫൂർ ഈ ആക്ഷേപങ്ങൾ നിഷേധിച്ചു. നടന്ന കാര്യങ്ങളെപ്പറ്റി മമ്പാട് ചെറുമല സ്വദേശി മുസ്തഫയും ഷക്കീനയും ഇങ്ങനെ പറയുന്നു. 1-ാം തീയതി വൈകുന്നേരമായിരുന്നു സംഭവം. ആടിനെ തീറ്റാൻ പോയ 13-കാരിയായ മകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ആട് നെല്ല് തിന്നു എന്ന് പറഞ്ഞ് ഗഫൂർ കഴുത്തിന് പിടിച്ചുയർത്തിയെന്നും ആടിനെ ക്രൂരമായി അടിച്ചു എന്നും പെൺകുട്ടി പറഞ്ഞു. കഴുത്ത് പിടിച്ച് പൊന്തിച്ച് 2 മിനിറ്റോളം ശ്വാസം കിട്ടാതെ നിർത്തിയിട്ട് ഞാൻ പെടഞ്ഞപ്പോൾ നിലത്ത് അയാളിട്ടു. എന്നിട്ട് അപ്പം ഞാൻ അവിടെ കടന്ന് കുറേയൊക്കെ ആർത്തു. പക്ഷെ ആരും അത് നോക്കിയതുമില്ല. ഓല ബാക്കിക്കാരാണ് അവിടെ ചുറ്റുമുള്ളത്. അപ്പോൾ പിന്നെ ഓൽക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടുത്തെ ചുറ്റു കുട്ടികൾക്കും അയാളെ പേടിയാണ്. അവിടേക്ക് എവിടെയും കളിക്കാൻ വരുമ്പോൾ കുട്ടികളൊക്കെ അയാൾ വടിയെടുത്തുകൊണ്ട് അടിച്ചാട്ടും. അപ്പം അങ്ങനെ കുട്ടികൾക്കൊക്കെ അയാളെ പേടിയാണ്. കുട്ടികളൊന്നും പറയാനും ഇതുമല്ല. ആടിനെ തല്ലുമ്പോൾ ഞാൻ തടയാൻ നോക്കി. അടികൊണ്ട് ആടിന്റെ അകിട് പൊട്ടി. ആടിനെ തല്ലരുത് എന്ന് പറഞ്ഞ എൻ്റെ കഴുത്തിനെ പിടിച്ച് പൊക്കി താഴേക്കിട്ടു. എൻ്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ പേടിച്ച് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ നിലമ്പൂർ പോലീസിന് പരാതി നൽകി. എന്നാൽ പ്രതിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്താതിരുന്ന പോലീസ് അയാളെ ജാമ്യത്തിൽ വിട്ടു എന്നും പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു. പ്രതിയുടെ ബന്ധുവായ പോലീസുകാരന്റെ സമ്മർദ്ദം കൊണ്ടാണ് നിലമ്പൂർ പോലീസ് ഇത്തരത്തിൽ പെരുമാറിയതെന്നും കുടുംബം ആരോപിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിക്കും ശിശുക്ഷേമ സമിതിക്കും പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കേസ് പിൻവലിക്കാൻ പ്രതിയുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടാകുന്നതായും മുസ്തഫയും ഷക്കീനയും പറയുന്നു. അന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി തിരിച്ച് വന്നപ്പം കുട്ടികൾ 2 കരഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞിങ്ങനെ ആടിനെ തീറ്റെടുത്തെന്ന് ഗഫൂറാക്ക തൊടുവിൽ ആട് കയറിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറ്റി അടിച്ച് പുറത്തൊക്കെ ആക്കി. എന്നിട്ട് എന്നെ കഴുത്തിന് പിടിച്ചിട്ട് കൊല്ലാൻ നോക്കി. ശ്വാസം മുട്ടിയപ്പോൾ എന്നെ റോഡൊക്കെ എടുത്ത് എറിഞ്ഞതാണ്. അങ്ങനെ ഞാനും അനിയത്തിയും പാടെ തിരിച്ച് വന്നപ്പോൾ അനിയത്തിനോട് ഇങ്ങനെ പറഞ്ഞു, എന്നോടും പറഞ്ഞു അയാളെ ഭാര്യ 2 കിട്ടണമെന്ന്. പിന്നെ തിരിച്ച് വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു സഹായം പോലീസിൻ്റെ ഭാഗത്തിൻ്റെ കുട്ടിക്ക് നീതി യാതൊരു ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിനുശേഷം കുട്ടി രാത്രി ഉറങ്ങുന്നില്ല. എന്നെ അയാൾ കൊല്ലാൻ വരികയെന്ന് പറഞ്ഞ് പേടിച്ച് കരഞ്ഞെണീക്കുകയാണ്. സ്കൂൾക്ക് പോയാൽ ഇരുന്ന് പഠിക്കാൻ കഴിയുന്നില്ല. കുറച്ച് നേരം കുനിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് പുറം വേദനയാണ്. ആകെ മാനസിക പ്രശ്നങ്ങളാണ് കുട്ടിക്ക്. സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോയാലും മാഷന്മാർ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് വിളിക്കും. ഇന്നലെ ഒരു 12 മണിക്ക് വിളിച്ച് പിന്നെ ഒരു 2 മണി വരെ ഞങ്ങളെ ഇരുത്തിയിട്ട് 2 മണിയായപ്പോൾ മാഷ് വീണ്ടും വിളിച്ചപ്പോഴാണ് ഞങ്ങൾ പോയി കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞിട്ട് നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു സൈക്കാട്രിക്കിനെ കാണിക്കാനും ഒരു എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാനും പറഞ്ഞേക്കും. അപ്പം കുട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സ്കൂൾക്ക് പോയിട്ടുമില്ല. ഇപ്പോൾ പല ഭാഗത്തു നിന്നുമാണ് ഭീഷണി. ഞങ്ങൾ പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തി ജീവിക്കുന്നവരാണ്. ഇതെല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് പരാതി. ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ വേണ്ട ഉള്ള സമ്മർദ്ദമാണ്. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. സ്കൂളിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അയാളെ കഴുത്തിന് പിടിച്ചു പൊക്കിയത് ഇടയ്ക്ക് ഓർമ്മ വരികയാണ് 13-കാരിയായ ആ പെൺകുട്ടി പറഞ്ഞു. അവിടുന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ അയാൾ വിട്ടു. എന്നെ അയാളെ ഇതാക്കാനുള്ളതിനാണ്. അല്ലാതെ പിന്നെ നമ്മൾക്കായിട്ടൊരു ഇതൊന്നുമില്ല. പിന്നെ ഓൽക്കായിട്ട് കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ആൾക്കാരില്ല വിചാരിച്ചങ്ങാണ്ട് പോലെ ഇങ്ങനെ ഇതായി നിൽക്കാം. ഞാൻ വീട്ടിലിരുന്ന് ഇതാക്കിയിട്ട് പോയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയണില്ല. എനിക്ക് പുറം വേദനയൊക്കെ ആയിട്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഉച്ചയായപ്പം പോന്നു. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാനും മദ്രസ പോകാനൊക്കെ പേടിയാണ്. എന്നാൽ പരാതി വ്യാജമാണ് എന്നും കുട്ടിയോടെ പരാതിയിൽ പറയും വിധം പെരുമാറിയിട്ടില്ല എന്നുമാണ് പ്രതിയായ ഗഫൂർ പറയുന്നത്. ആട് നെല്ല് നശിപ്പിച്ച സമയത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ഗഫൂർ പറയുന്നു. കേസിൽ നിയമപരമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് മുസ്തഫയും ഷക്കീനയും. ന്യൂസ് ബ്യൂറോ, മമ്പാട്.